മോഡിയെ മാറ്റാൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യാമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ എല്ലാവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. മോഡിയെ മാറ്റാനാണ് ഞാനും പോകുന്നത്. എൽ ഡി എഫും പോകുന്നത് മോഡിയെ മാറ്റാനാണ്. അപ്പോൾ ഒരേ ലക്ഷ്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വോട്ട് ശിഥിലമാവില്ല. നിരന്തരമായി മുസ്ലിം ലീഗ് വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി. ഇവിടെ താങ്കളെ പരീക്ഷിക്കുകയാണ് ഇടതുപക്ഷം. എങ്ങനെയാണ് വിജയ പ്രതീക്ഷ? പരീക്ഷിക്കുകയല്ല, ഞാൻ ഇവിടെ മത്സരിച്ച് വിജയിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വ്യക്തമായ വിജയപ്രതീക്ഷ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി. പൊന്നാനി പല സാഹചര്യങ്ങൾ കൊണ്ടും വോട്ട് ശിഥിലീകരിക്കപ്പെടാറാണ് പതിവ്. അതിൻ്റെ ഉദാഹരണമാണ് ഒരിക്കൽ നിസ്സാര വോട്ടിന് തോറ്റ പൊന്നാനിയാണ്. പിന്നെ 25,000 വോട്ട് തോറ്റിൻ്റെ പൊന്നാനി, ഒരിക്കൽ 40,000 ഉണ്ട്. കഴിഞ്ഞ കുത്തൊഴുക്കിൽ രാഹുൽ തരംഗത്തിൻ്റെ കുത്തൊഴുക്കിൽ മാത്രം 2 ലക്ഷത്തോളം വോട്ട് മാറിപ്പോയതാണ്. പൊന്നാനിയിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു 25,000 30,000 വോട്ടിൻ്റെ മാർജിനേ ഉള്ളൂ. അത് ധാരാളം മാറിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ദേശീയ ഇഷ്യൂ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കുന്നത്. മുമ്പ് മോഡിയെ മാറ്റാൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യാമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ എല്ലാവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. മോഡിയെ മാറ്റാനാണ് ഞാനും പോകുന്നത്. എൽ ഡി എഫും പോകുന്നത് മോഡിയെ മാറ്റാനാണ്. അപ്പോൾ ഒരേ ലക്ഷ്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വോട്ട് ശിഥിലമാവില്ല. മാത്രമല്ല, നാഷണൽ ഇഷ്യൂസിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ് കൂടുതൽ കരണീയമെന്ന് അടുത്ത കാലത്ത് തെളിഞ്ഞ കാര്യമല്ലോ. ഇപ്പം നേരത്തെ മുസ്ലിം ലീഗിലായിരുന്നെന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരാൾക്ക് ഒരു ചിഹ്നമൊക്കെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തകർക്കിടയിൽ ആശങ്ക ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ? ചിഹ്നം തരുന്നവർക്കാണ് ആശങ്ക വേണ്ടത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ നിന്ന് നോമിനേഷൻ എഴുതാൻ പോകുന്നൊരു വ്യക്തിക്ക് പാർട്ടിയുടെ ചിഹ്നം അനുവദിക്കുന്നവർക്കാണ് ആശങ്ക വേണ്ടത്. അവർക്ക് ആശങ്ക ഇല്ലെങ്കിൽ വേറെ ആർക്ക് ആശങ്കയുടെ കാര്യമില്ലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് വെല്ലൂരിൽ മത്സരിച്ചത് DMKയുടെ ഉദയസൂര്യൻ ചിഹ്നത്തിലാണ്. പിന്നെ വേറെ തെളിവൊന്നും ആവശ്യമില്ലല്ലോ. ഈ സമസ്തയിലെ ഒരു വിഭാഗം താങ്കളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു, സമസ്തയുടെ എല്ലാ വിഭാഗം എൻ്റെ കൂടെയുണ്ട്. ഒരു വിഭാഗം എന്ന് പറയാൻ കഴിയില്ല. പൊന്നാനിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ, പ്രത്യേകിച്ച് ഇരുവിഭാഗം സുന്നികളും ഇരുവിഭാഗം സുന്നികളുടെയും വോട്ടുകൾ താങ്കൾക്ക്? ഇരുവിഭാഗം സുന്നികളുടെയും സുന്നികളല്ലാത്തവരുടെയും ഉണ്ട്. അതായത് സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കന്മാരുടെ ഒരു പിന്തുണ അങ്ങനെ പറയാൻ പറ്റില്ല. സംസ്ഥയിലെ എല്ലാ വിഭാഗം നേതാക്കളുടെയും ആശീർവാദം എനിക്കുണ്ട്. അതിന് ആർക്കെങ്കിലുമൊക്കെ ഒറ്റയ്ക്കുള്ള അഭിപ്രായങ്ങൾ വേറെ ഉണ്ടായി കാണാം. സമസ്ത മാത്രമല്ല, സമസ്തയിലും സമസ്ത അല്ലാത്ത സംഘടനകളുണ്ടല്ലോ, ധാരാളം സാംസ്കാരിക സംഘടനകളുണ്ട്. അവരൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി ഇപ്പോൾ വന്നതാണെങ്കിലും നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ വ്യക്തമായിരുന്നല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥയുടെ നേതാക്കന്മാർ അങ്ങനെ ബന്ധപ്പെടുകയോ പിന്തുണ നൽകുകയോ ചെയ്തിട്ടുണ്ട്? സമസ്ത മാത്രമല്ല, ധാരാളം സാംസ്കാരിക സാമുദായിക സാമൂഹിക സംഘടനകളുടെ നേതാക്കൾ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ അവരും ഉണ്ടാകാം. തീർച്ചയായിട്ടും വിജയപ്രതീക്ഷയിലാണ്. അതെ, വിജയ